വിശദമായ വാർത്തയിലേക്ക്. കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ നാട് കണ്ണീർ കടലായി മാറി. അനാഥരായ സുധാകരന്റെ മക്കളെ ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കളും നാട്ടുകാരും നിസ്സഹരായി തേങ്ങി. പൊതുദർശനത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പാലക്കാട് ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ ബന്ധുവീട്ടിലെത്തിച്ചത്. ദുഃഖം തളം കെട്ടിനിന്ന അന്തരീക്ഷത്തിലേക്ക് ഇരുവരുടെയും മൃതദേഹങ്ങളുമായി ആംബുലൻസ് പാഞ്ഞെത്തിയപ്പോൾ ചുറ്റും നിലവിളികൾ ഉയർന്നു. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറം വേദനാജനകമായിരുന്നു ആ കാഴ്ച. തീർത്തും വൈകാരികമായ രംഗങ്ങൾക്കാണ് പിന്നീട് ബോയൻ കോളനി സാക്ഷ്യം വഹിച്ചത്. കൊല്ലപ്പെട്ട ഇരുവരെയും ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ബന്ധുക്കളും പ്രദേശവാസികളും മാത്രമല്ല നാനാഭാഗങ്ങളിൽ നിന്നുമുള്ളവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും കോളനിയിലേക്ക് ഒഴുകിയെത്തി. ഇന്നലെ വരെ കൺമുന്നിലുണ്ടായിരുന്ന അയൽവാസികൾ ഇന്ന് ചലനമറ്റ് കിടക്കുന്ന കാഴ്ച പ്രദേശവാസികളെ സങ്കടത്തിലാഴ്ത്തി. ഇതിനിടെ അച്ഛനെയും അച്ചമ്മയെയും അവസാനമായി കാണാൻ മക്കളായ അതുല്യയും അഖിലയും എത്തിയത് ഏറെ ദയനീയ രംഗങ്ങളിലേക്കാണ് നയിച്ചത്. അലമുറിയിട്ട് കരഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കളും പ്രദേശവാസികളും തേങ്ങി. 5 വർഷം മുൻപ് ഈ നാട് കണ്ട അതേ കാഴ്ച 5 വർഷത്തിനിപ്പുറം വീണ്ടും ആ നാടിന്റെ ഉള്ളുലയ്ക്കുകയാണ്. ഇവിടെ ഒന്ന് മാറി മോന മോന അത് വാങ്ങി തിരിഞ്ഞു ഒരു പട്ട രണ്ട് ഭാഗത്തേക്ക് അപ്പോഴേ മനു
അമ്മനെ വക്കാവ് എലവഞ്ചേരിക്ക് ഇതാ. അപ്പൊ രണ്ടവിടേക്ക് വരെ വണ്ടി പോണം. ആരെ അമ്മയുടെ അടുത്ത് പോയാൽ അവിടെ പിന്നെ വേറെ ഒന്നും അപ്പൊ വക്കാവ് അന്നൊരു ജീവൻ, ഇന്ന് രണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യവിലോപനത്തിനിരയായ സുധാകരനും ലക്ഷ്മിക്കും രണ്ട് വ്യത്യസ്ത ശ്മശാനങ്ങളിലാണ് അന്ത്യവിശ്രമമൊരുക്കിയത്. അരമണിക്കൂർ നീണ്ട പൊതുദർശനമാണ് നടന്നത്. അതിവൈകാരിക രംഗങ്ങൾക്കൊടുവിൽ ലക്ഷ്മിയമ്മയുടെ മൃതദേഹം നെന്മാറ വക്കാവ് ശ്മശാനത്തിലേക്കും സുധാകരന്റെ മൃതദേഹം എലവഞ്ചേരി തൂറ്റിപ്പാടം പൊതുശ്മശാനത്തിലേക്കും എത്തിച്ചു സംസ്കരിച്ചു. രണ്ടുപേരും കയറി എന്താ വി കെ ശ്രീകണ്ഠൻ എം പി, കെ ബാബു എം എൽ എ, ജനപ്രതിനിധികൾ, ബി.ജെ.പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി പ്രവർത്തകർ, കോൺഗ്രസ്, സി.പി.എം നേതാക്കൾ തുടങ്ങിയവർ സുധാകരനും ലക്ഷ്മിക്കും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. നെന്മാറയിലെ ദുരന്തം ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയായി കണക്കാക്കണമെന്ന് ബി.ജെ.പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് കണ്ടീഷൻ ബെയിൽ ലഭിച്ച് ആ പ്രതിയെ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ പോലീസ് അനുവദിച്ചതിൻ്റെ ദുരന്തമാണ് ഈ ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിലെ പോലീസ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. പോലീസിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ പ്രതിയുടെ ഭീഷണിയെ സംബന്ധിച്ച് കുട്ടികൾ പോലീസിൽ പരാതി നൽകിയിട്ടും മരണപ്പെട്ട പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വെറും ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു വിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ദാരുണമായിട്ടുള്ള രണ്ട് കൊലപാതകങ്ങൾ നടന്നത്. ആ കുട്ടികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടുത്തെ പാർട്ടിയുടെ CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവരാണ് ഈ പ്രതിക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടി, ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നടപടി ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. മക്കളും സമീപവാസികളും പരാതിപ്പെട്ടിട്ടും വധഭീഷണിയുള്ളതായി അറിയിച്ചിട്ടും പോലീസ് നടപടിയെടുത്തില്ല. കുടുംബത്തിനു വേണ്ട സംരക്ഷണം സർക്കാർ നൽകണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം സുധാകരന്റെ മക്കളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലം MLA-ക്കെതിരെ തിരിയുന്ന സാഹചര്യവുമുണ്ടായി. പോലീസ് നൽകുന്നതിനേക്കാൾ 4 ഇരട്ടി സംരക്ഷണം പെൺകുട്ടികൾക്ക് നൽകുമെന്ന് കെ ബാബു MLA ആവർത്തിച്ചു. UTV ന്യൂസ്, പാലക്കാട്.